ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ പുലാവാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 250 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പനീർ തട്ടിക്കൊടുത്തു. നമ്മളിനി പനീറിനെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരുപാട് ഗോൾഡൻ കളർ ആവണ്ട, ചെറിയ രീതിയിൽ അതൊന്ന് ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. ഇത് ചെറുതായിട്ട് ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിനെ കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം വെച്ച് വഴറ്റാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിനെ നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വരണം. ഈ ഒരു സമയം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെച്ച ക്യാരറ്റ് 1 കപ്പുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്നതിൻ്റെ കൂട്ടത്ത് നിങ്ങൾക്ക് പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ 1/2 കപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ പച്ച ഗ്രീൻ പീസ് ഇല്ലായിരുന്നു, ഉണക്ക ഗ്രീൻ പീസ് ആയിരുന്നു ഉള്ളത്. തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസിനെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ, കാരണം വെന്തിരിക്കുന്നത് കൊണ്ട്. നിങ്ങൾക്ക് പച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ ഈ ക്യാരറ്റിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വഴറ്റിയാൽ മതിയാകും. നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ വേവിച്ച ചോറാണ് ഇതിൽ ചേർക്കണേ. ബസ്മതി റൈസാണ് ചേർക്കുന്നെങ്കിൽ ഈ പച്ചക്കറി തട്ടി ഒന്ന് വഴറ്റിയ ഉടനെ തന്നെ 2 കപ്പ് ബസ്മതി അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അരി അതിലെടുത്ത് ഇതെല്ലാം കൂടെ അടച്ചൊന്ന് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് ചോറ് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് വേവിക്കാം. കുക്കറിലായാലും അല്ലാതെ പാത്രത്തിലായാലും അടച്ച് വെച്ച് അങ്ങ് വേവിക്കാം. എല്ലാം കൂടെ പച്ചക്കറിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് വേവിക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. തീ ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ച ചുവ മാറ്റണം. ഈ ഒരു സമയം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പേ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഗ്രീൻ പീസും ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചോറ് വേവിച്ച സമയത്തും അതിൽ നല്ലപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ചേ ഉപ്പ് ചേർത്തുള്ളൂ. നിങ്ങളുടെ ഇത് നോക്കിയിട്ട് ചേർക്കണേ.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ പച്ച ചുവ മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് തിളയ്ക്കണം. അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പനീർ കൂടി തട്ടിക്കൊടുക്കാം. നമ്മൾ ചോറിന് പകരം അരിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ പനീർ തട്ടിക്കൊടുക്കുന്ന ഇതിനോടൊപ്പം തന്നെ അരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്താണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അരി ഇടേണ്ടത്. നല്ലപോലെ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർക്കണം കേട്ടോ. ഇത് നല്ലപോലെ കിടന്ന് വറ്റട്ടെ. നമ്മളിപ്പോൾ 1.5 ഗ്ലാസ് അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്താൽ മതി. നമ്മുടെ കയ്യിൽ ബസ്മതി റൈസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ അരി എടുത്തത്. ഇപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് അരി വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളൊഴിച്ച വെള്ളമെല്ലാം നല്ലപോലെ വറ്റാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചോറെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചോറ് വേവിച്ച് തട്ടുന്നതാണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ചോറ് നമ്മൾ തട്ടി കൊടുത്താൽ മതിയേ. ഈ ഒരു സമയം നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം ചോറിന് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അടച്ചു വെച്ച് വീണ്ടും ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുക. നമുക്ക് തുറന്നിട്ട് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. $250 ഗ്രാം പനീറാണ് ഇട്ടത്. നിങ്ങൾക്ക് എത്ര വേണോ ഇടാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ പുലാവ് റെഡി. അപ്പം എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്